MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അധികം കളിക്കരുത്, BJPക്കെതിരെ കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരും. മുന്നറിയിപ്പുമായി VD സതീശൻ. CPIMനും BJPക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരുമെന്നും VD സതീശൻ മുന്നറിയിപ്പ് നൽകി. രാഹുൽ ചാപ്റ്റർ ക്ലോസ്, ഇനി ആ വിഷയം ചർച്ച ചെയ്യില്ല. ഈ വിഷയത്തിൽ അധികം കളിക്കണ്ട, പല കാര്യങ്ങളും പുറത്തുവരും. അതിന് തെരഞ്ഞെടുപ്പ് വരെ കാക്കേണ്ടി വരില്ല. കന്റോൺമെന്റ് ഹൌസിലെ BJP മാർച്ചിനെതിരെയും അദ്ദേഹം വിമർശിച്ചു. ആ കാളയെ BJP ഓഫീസിൽ തന്നെ കെട്ടിയിടണം. വൈകാതെ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് ആ കാളയുമായി പോകേണ്ടിവരും. അത് ഞാൻ പോകിപ്പിക്കും. വൈകാതെ പല വെളിപ്പെടുത്തലും പുറത്തുവരും. BJPക്കാരുടെ ഒരു കാര്യം പറയുവാനുണ്ട്. ഇന്നലെ കന്റോൺമെന്റ് ഹൌസിലേക്ക് പ്രകടനം നടത്തിയ കാളയെ കളയരുത്. പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. അടുത്ത ദിവസങ്ങളിൽ ആവശ്യം വരും. ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകും. കാര്യം ഇപ്പോൾ പറയുന്നില്ല. ആ കാളയെ ഉപേക്ഷിക്കരുത്, കാത്തിരുന്നോളൂ, VD സതീശൻ പറഞ്ഞു. അതേസമയം ലൈംഗിക ചൂഷണാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിൽ കാളയെ ഉപയോഗിച്ചതിന് യുവമോർച്ച പ്രതിഷേധത്തിനെതിരെ പരാതി. കന്റോൺമെന്റ് ഹൌസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ കാളയുമായി പ്രതിഷേധിച്ചത്. കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗൌതം കാട്ടാക്കടയാണ് യുവമോർച്ചയ്ക്കെതിരെ പരാതി നൽകിയത്. ഒരു സ്ത്രീയെ കൊല്ലാൻ 1 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. ജനപ്രതിനിധിയായിരിക്കുവാൻ യോഗ്യനാണോ എന്നത് രാഹുൽ ചിന്തിക്കണം. ബെന്യാമിൻ. രാഹുൽ മാങ്കൂട്ടത്തെ കടന്നാക്രമിച്ച എഴുത്തുകാരൻ ബെന്യാമിൻ. കേരളത്തിൽ മുൻപുണ്ടാവാത്ത വിധത്തിലുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. സ്ത്രീകളോട് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ പെരുമാറണമെന്നത് രാഹുൽ പഠിക്കണമെന്നും ബെന്യാമിൻ വിമർശിച്ചു. താൻ ഇനിയും ജനപ്രതിനിധിയായിരിക്കുവാൻ യോഗ്യനാണോ എന്നത് രാഹുൽ തീരുമാനിക്കണം. ഒരു സ്ത്രീയെ കൊല്ലാൻ 1 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ പൊതുപ്രവർത്തകനായിരിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസ് നടപടിയെ വിമർശിക്കുന്നില്ല. കോൺഗ്രസ് ഇത്രയെങ്കിലും ചെയ്തതിൽ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ അത് കണ്ണിൽ പൊടിയിടുവാനുള്ള നടപടി ആകരുതെന്നും ബെന്യാമിൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിരപരാധിത്വം തെളിയിക്കണമെന്നാണ് AICC നിലപാട്. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ. CPIMന് ഭയമില്ല. MV ഗോവിന്ദൻ. കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത ഉടൻ വരാനുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPIMന് ഒരു ഭയവുമില്ല. കേസിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവുകൾ വന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാത്തത് ക്രിമിനൽ മനസ്സുള്ള ആളായതുകൊണ്ടാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. മുകേഷ് MLAയുടെ കേസ് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണ്. മുകേഷ് രാജിവെക്കേണ്ടതില്ല. കേസിന്റെ വിധി വരുമ്പോൾ പറയാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട്ടിൽ BJP നേതാവിന്റെ വീടിന്റെ വാതിലിന് തീയിട്ട് മോഷണം. വയനാട് ബത്തേരിയിൽ വാതിലിന് തീയിട്ട് മോഷണം. സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് ശാന്തിനഗർ ഹൌസിംഗ് കോളനിയിലാണ് മോഷണം നടന്നത്. BJP നേതാവ് PC മോഹനന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 6 ദിവസമായി ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. കോഴിക്കോടുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സുൽത്താൻ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഹിമാചലിലും ജമ്മുവിലും റെഡ് അലർട്ട്. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഹിമാചലിൽ 8 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. സുരക്ഷയെ മുൻനിർത്തി വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഡൽഹിയിലും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. നിരവധി വിമാന സർവീസുകളും വൈകി. വിമാനത്താവളത്തിലേക്ക് വരുന്നവർ മെട്രോയിൽ യാത്ര ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. തുടർച്ചയായ മഴയെ തുടർന്ന് ബിയാസ് നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ചമ്പ, കാംഗ്ര, മാണ്ഡി എന്നിവിടങ്ങളിൽ 2 ദിവസത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഗുജറാത്തിൽ ഓഗസ്റ്റ് 30 വരെയും രാജസ്ഥാനിൽ ഓഗസ്റ്റ് 27 വരെയും വളരെ ശക്തമായ മഴ തുടരുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി.
തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം. സർക്കാരിന്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ തവണ 1000 രൂപ വീതമാണ് ലഭിച്ചത്. 5,25,991 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി 51.96 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5,19,623 പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 ദിവസമെങ്കിലും തൊഴിലെടുത്ത 6,368 തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുന്നത്. ഇതിനായി 63.68 ലക്ഷം രൂപ അനുവദിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അമേരിക്ക ഏർപ്പെടുത്തിയ 50% താരിഫ് നാളെ മുതൽ ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഇടിവ്. നാളെ മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തുവാനുള്ള കരട് നോട്ടീസ് അമേരിക്ക പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഇടിവ്. ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം തുടങ്ങിയപ്പോൾ മുതൽ നഷ്ടത്തിലാണ്. സെൻസെക്സ് 600 പോയിന്റ് വരെ ഇടിഞ്ഞു. നിഫ്റ്റിയുടെ ഏതാണ്ട് എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി മിഡ് ക്യാപ് എന്നിവ 1%-ലധികം ഇടിഞ്ഞു. മെറ്റൽ, ഫാർമ, ടെലികോം എന്നീ മേഖലകളിൽ 1%-അധികമാണ് ഇടിവ്. രൂപയുടെ മൂല്യം 20 പൈസ വരെയാണ് ഇന്ന് ഇടിഞ്ഞത്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% US തീരുവ ചുമത്തുമെന്ന തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു. എത്ര സമ്മർദ്ദം വന്നാലും അതിനെ ചെറുക്കുവാനുള്ള ശക്തി തങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് മോദി പറഞ്ഞു. ഇന്ന് ലോകത്ത് സാമ്പത്തിക സ്വാർത്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് നാം എല്ലാവരും കാണുന്നത്. ഇത്തരം സംരക്ഷണവാദ നടപടിക്കെതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നും പൌരന്മാരുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കിമ്മുമായി നല്ല ബന്ധം, കൂടിക്കാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കിമ്മുമായി നല്ല ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് വൈറ്റ് ഹൌസിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. എനിക്ക് കിം ജോങ് ഉന്നുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ഞാൻ കാണും. അദ്ദേഹത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് വളരെ നല്ല രീതിയിലാണ് കിം പെരുമാറിയത്. സൌത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ്ങിനെ വൈറ്റ് ഹൌസിൽ വെച്ച് കാണുന്നതിന് തൊട്ടുമുൻപ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇരു നേതാക്കളും തമ്മിൽ മുൻപ് 3 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് കിമ്മുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയെ ചൊല്ലി ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് 3 തവണ കൂടിക്കാഴ്ചകൾ നടത്തി. ആദ്യത്തേത് 2018 ജൂണിൽ സിംഗപ്പൂരിൽ നടന്ന ഉച്ചകോടിയിലും രണ്ടാമത്തേത് 2019 ഫെബ്രുവരിയിൽ ഹാനോയിൽ വെച്ചും ആയിരുന്നു. അവസാനമായി 2019 ജൂണിൽ കൊറിയൻ അതിർത്തിയിലുള്ള DMZ-ൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.